ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ലൈസി ഫ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇപ്പോൾ കേക്കിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാനൊരു BTS വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്തതെന്ന് കാണിക്കുകയാണ്. ചുറ്റും നോക്കേണ്ട, കാരണം ഞാൻ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ പോകാനായിട്ടൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിങ് എല്ലാം ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ സർപ്രൈസിങ്ങിനെല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സർപ്രൈസിങ്ങാണ് നടക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും എൻ്റെ ലൈഫിൽ നടക്കാറുള്ളത്. നിങ്ങളുടെയും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല, ഇതൊരു BTS വീഡിയോ ആണ്. എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ കേക്ക് ഡെക്കോർ ചെയ്തതും അതിൻ്റെ കുറച്ച് സന്തോഷകരമായ മൊമെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചത്. ഈ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര തിരക്കാണ്. ഞാൻ ശരിക്കും കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വശത്തെ ക്ലീനിങ്, നാട്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടില്ലായിരുന്നു. പിന്നെ അവസാനം ഇനിയിപ്പോൾ 2-3 മാസത്തേക്ക് ഞാൻ നല്ല തിരക്കായിരിക്കും. എന്നാലും പറ്റുന്നിടത്തോളം വീഡിയോ ഇടാൻ നോക്കാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വരുന്ന വരിയിൽ ഞാനിങ്ങനെ പറഞ്ഞ് തരാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിങ്ക് വെൽവെറ്റ് കേക്കായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ഫൈനലി ഇത്തിരി കൊക്കോ പൗഡർ കൂടിയപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല. അവസാനം ക്രീം തികയാതെ വന്നപ്പോൾ ഞാൻ പിറ്റേ ദിവസം വീണ്ടും പോയി ക്രീമൊക്കെ മേടിച്ച് പിങ്ക് കളറൊക്കെ ആഡ് ചെയ്ത് കറക്റ്റ് ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ ഒരു തീമായിട്ട് വന്നു. എൻ്റെ മൈൻഡിൽ ഞാൻ റിബൺ വെച്ച് ഡെക്കോർ ചെയ്യണമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ കേക്കിന് ഹൈറ്റ് കുറവായിരുന്നു. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ആ കേക്കിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ അറിയാം. വീതിയുള്ളൊരു പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കിയത്, അപ്പോൾ ഹൈറ്റ് കുറവായിരിക്കും. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. ഇതെങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയത് ഞാനിപ്പോൾ ചിലപ്പോൾ വോയിസിൽ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ അഡീഷണൽ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇതെൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റിൽ നിന്നും ഞാൻ ഇളക്കിയെടുത്ത കുറച്ച് സാധനങ്ങളാണ്. ഇളക്കി അതുപോലെ വെച്ചല്ല, എല്ലാം നല്ല വൃത്തിയാക്കി നീറ്റാക്കിയതിന് ശേഷമാണ് കേക്കിനകത്ത് വെച്ചിരിക്കുന്നത്. ഫൈനൽ എൻ്റെ കേക്കിൻ്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ടാണ്, ഒരു പ്രൊഫഷണൽ രീതിയിൽ ഉണ്ടാക്കിയതല്ല. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഡെക്കോർ ചെയ്ത ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വെച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വീട്ടിലുണ്ടായിരുന്ന 2 പാത്രങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ രീതി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. ഇപ്പം ഇനി ഈ പാത്രം പൊക്കുമ്പോൾ സൈഡിലെല്ലാം ക്രീം ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ഇതാർക്കും ഷെയർ ചെയ്യാനല്ല, എനിക്ക് മാത്രം ആയതുകൊണ്ട് മാത്രം ഞാനിത് കാണിച്ചു തരാം കേട്ടോ. ഇത് സൈഡ് ഫുള്ള് പറ്റിയിട്ടുണ്ടായിരുന്നു. അവസാനം കേക്ക് കൊള്ളാം കേട്ടോ. പിങ്ക് വെൽവെറ്റ് അല്ലെങ്കിൽ പിങ്ക് ചോക്ലേറ്റ് കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ലുക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കറക്റ്റ് ഡ്രസ്സിൻ്റെ അനുസരിച്ചെല്ലാം കിട്ടി. അപ്പോൾ ഈ BTS വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി കാണുവാണെങ്കിൽ ഞാൻ ഇന്നത്തെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ, സപ്പോർട്ടിങ് മീ.